അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു. മാതാപിതാക്കൾക്ക് നന്ദിയുള്ളവനല്ല, അള്ളാഹു അവനിൽ നിന്നത് സ്വീകരിക്കുകയില്ല. ഇത് പറഞ്ഞിട്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അള്ളാഹുവിന്റെ സുഖത്ത്, അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. മാതാപിതാക്കളുടെ കോപം നമ്മൾ വാങ്ങരുത്, സ്വീകരിക്കരുത്. അതിന് കാരണമാകുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും ഉണ്ടാകരുത്. നാളെ ആഖിറത്തിലെത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ദുനിയാവിൽ നിന്ന് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കവാടമുണ്ട്, അധ്യായമുണ്ട്. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. സ്വർഗത്തിന്റെ വാതിലുകളിൽ ഏറ്റവും നല്ല വാതില്, ഏറ്റവും നല്ല വാതില് അത് മാതാപിതാക്കളാണ്. ഔസതു അബ്വാബിൽ ജന്ന എന്ന വാക്ക് വിശദീകരിച്ചപ്പോൾ ഇമാം ഖാളി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഏറ്റവും ഉയർന്ന കവാടം സ്വർഗത്തിലേക്ക് പോകാൻ, ഏറ്റവും നല്ല സ്വർഗത്തിലേക്ക് വസീലയാക്കാൻ ഏറ്റവും നല്ല മാർഗം അത് മാതാപിതാക്കളാകുന്നു. അല്ല, സ്വർഗത്തിന് ഒരുപാട് കവാടങ്ങളുണ്ട്. ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവേശനം ലഭിക്കാൻ നീ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യതകൾ മാതാപിതാക്കളുടെ ബാധ്യതകളാണ്. തങ്ങൾ പറഞ്ഞു, ഫൈൻ ശിഅത ഫഹാഫിള് അലൽ ബാബ്. നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ കവാടം നിലനിർത്തണം. പരലോകത്തേക്ക് നിനക്ക് കടക്കാനുള്ള കവാടമില്ലേ, അത് നിലനിർത്തിക്കോ. ഔ ലയ്യ, അല്ലെങ്കിൽ നീ അത് തകർത്ത് കളഞ്ഞോ. മാതാപിതാക്കൾ എന്ന് പറയുന്ന പരലോകത്തേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം അത് ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയാൽ സഹോദരങ്ങളെ എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും, എങ്ങനെ നന്നാക്കിയെടുക്കാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗവും നരകവും രണ്ടും മാതാപിതാക്കളെ സംബന്ധിച്ച് പറഞ്ഞില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യത എന്താണെന്ന് ചോദിച്ച സ്വഹാബിയോട് തങ്ങൾ പറഞ്ഞ മറുപടി അങ്ങനെയാണ്, ഹുമാ ജന്നത്തുക വനാറുക്. ബാപ്പയും ഉമ്മയും നിന്റെ സ്വർഗാണ്, നിന്റെ നരകമാണ്. നല്ലോണം അനുസരിച്ച് നന്ദിയൊക്കെ ചെയ്ത് ബഹുമാനങ്ങളൊക്കെ കൊടുത്ത് പൊരുത്തം വാങ്ങിയാൽ അവര് നിന്റെ സ്വർഗമാണ്. പൊരുത്തക്കേട് വാങ്ങി, അനുസരണക്കേടുണ്ടായി, അവരിൽ നിന്ന് നിനക്കൊരുപാട്, അവര് കാരണമായിട്ട് നിനക്ക് അള്ളാഹുവിന്റെ ലഅനത്ത് വന്നു, എന്നാൽ അവര് നിന്റെ നരകമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആ ഹദീസ് ഒന്നുകൂടി വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നു. മൻ അസ്ബഹ മുത്തിഅൻ ലില്ലാഹി ഫീ വാലിദൈഹി. ഒരാള് ദിനേന മാതാപിതാക്കൾക്ക് അനുസരിക്കുന്ന ആളായിട്ട് ജീവിക്കുന്നവനാണോ, അസ്ബഹ ലഹു ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന. രണ്ടുപേർക്കും അനുസരണമുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് രണ്ട് ബാബുകൾ അവന് മലർക്കെ തുറക്കപ്പെടും. അതേ സമയത്ത് വമൻ അംസാ ആസിയൻ ലില്ലാഹി ഫീ വാലിദൈഹി, മാതാപിതാക്കൾക്ക് അനുസരണക്കേട് ചെയ്ത് ജീവിക്കുന്നവനാണോ, സുബ്ഹാനല്ലാഹ് സുബ്ഹ ലഹു ബാബാനി മഫ്തൂഹാനി മിനന്നാർ, നരകത്തിൽ നിന്ന് രണ്ട് കവാടങ്ങൾ അവന് തുറക്കപ്പെടും. അപ്പൊ മാതാപിതാക്കളുടെ ശുക്ർ അള്ളാഹുവിന്റെ ശുക്രിനോട് ചേർത്തിയിട്ടാണ് സഹോദരങ്ങളെ അല്ലാഹു തആല പറഞ്ഞത്. ആ നന്ദി ചെറിയ നന്ദിയല്ല, വലിയ നന്ദിയാണ്. വലിയ സ്ഥാനവും ബഹുമാനവും അല്ലാഹു തആല അതിന് നൽകിയിട്ടുണ്ട്. ആ സ്ഥാനവും ബഹുമാനവും അങ്ങനെ തന്നെ കാണണം. ഉമ്മമാരെ, സഹോദരിമാരെ, നമുക്ക് പുരുഷന്മാർക്ക് നിർവഹിക്കുന്ന പല കാര്യങ്ങളും നിർവഹിക്കാൻ നമുക്ക് കഴിയില്ല, നിങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ആ കാര്യങ്ങൾക്ക് പകരമായിട്ട് അല്ലാഹു തആല പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. കഴിവില്ലാത്ത ആണുങ്ങൾക്കും അതേ വിഷയം അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്താണ് ആ വിഷയമെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിൽ ഹിജ്റക്കും ജിഹാദിനുമൊക്കെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നു.
വന്നിട്ട് ഒരു സ്വഹാബി പറഞ്ഞു, ഉബായുകലൽ ഹിജ്റത്തി വൽ ജിഹാദ്, ഹിജ്റ പോകാൻ തങ്ങളോട് ഞാൻ ബൈഅത്ത് ചെയ്യുന്നു, ജിഹാദിനും ഞാൻ ബൈഅത്ത് ചെയ്യുന്നു, ഉടമ്പടി ചെയ്യുകയാണ്. ഹിജ്റ പോകേണ്ടി വന്നാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഞാൻ ഹിജ്റ പോകും. വേറെ നാട്ടിലേക്കാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് പോകും. അതുപോലെ തന്നെ ജിഹാദിനും ഞാൻ ബൈഅത്ത് ചെയ്യുന്നു. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, സഹോദരങ്ങളോടും സഹോദരിമാരോടും എല്ലാവരും കുറച്ചു നേരം ഞാൻ ഈ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. സഹോദരിമാരുടെ കൂട്ടത്തിൽ മൊബൈലിൽ ശുഗലായിട്ട് ദിക്ർ ചെല്ലുന്ന ആൾക്കാരുണ്ടെങ്കിൽ വയല് വലിയ ദിക്റാണ്, കുറഞ്ഞ നേരം അതൊന്ന് ഓഫാക്കി നിർത്തുക. ഞാൻ നീട്ടിപ്പരത്തി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടാക്കൂല. ഇത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ആ ദിക്റൊക്കെ ചൊല്ലാം. ഇന്ന് ചൊല്ലാൻ കഴിഞ്ഞിട്ട് നാളെ സുബീൻ്റെ ശേഷം ഖളാഉം വീട്ടാ, കുഴപ്പമൊന്നുമില്ല. വയലിന് വന്നിരിക്കുമ്പോൾ അങ്ങനെ ഉണ്ട് കുറേ ആൾക്കാർക്ക് ശുഗല്. വയലിന് വന്നിരിക്കുമ്പോൾ ഓല് വേറെ മേഖലയിലാണ്, ഓലെ ബോഡി ഇവിടെ കസേരയിലാണ്, ഓലെ കൽബൊക്കെ വേറെ ലോകത്താണ്. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ കേൾക്കുന്നത് കുറച്ചാണെങ്കിലും ആ കുറച്ച് മനസ്സിരുത്തി കേൾക്കണം. അതൊരു 10 മിനിറ്റിന്റെ വയലാണെങ്കിലും നമ്മുടെ കൽബ് മുന്നോട്ട് തുറന്നു വെച്ച് കേൾക്കണം. ഹിജ്റ ജിഹാദ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നപ്പോ തങ്ങൾ ചോദിച്ചു, ഫഹൽ മിൻ വാലിദൈക അഹദുൻ ഹൈ, മാതാപിതാക്കൾ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ? ഹിജ്റക്ക് ബൈഅത്ത് ചെയ്യാമെന്ന ആളല്ലേ, ജിഹാദിന് ബൈഅത്ത് ചെയ്യാമെന്ന ആളല്ലേ. ജിഹാദിന് ബൈഅത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പോകുമ്പോ തിരിച്ചു വരാൻ പാടില്ല. അവിടെ എത്തിയിട്ട് ഏതെങ്കിലും ഒരു ശത്രു കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഒരൊറ്റ അമ്പങ്ങോട്ട് എഴുതി കൊടുത്തിട്ട് രക്തത്തിൽ കിടന്ന് മൂപ്പര് കുളിക്കുന്ന കാണുമ്പോ ഞാൻ തൽക്കാലം തിരിച്ചു പോവുകയാണ്, പിന്നെ ബൈഅത്തൊക്കെ പുതുക്കി വരാന്ന് പറയാൻ പാടില്ല. ഉറച്ചു നിൽക്കണം ഈമാനിയ കരുത്തോടെ. അത് പറയാൻ നല്ല സുഖാണ്, നേരിടുമ്പോഴേ അതിന്റെ വിഷയം അറിയുള്ളൂ. ഹിജ്റ എന്ന് പറഞ്ഞാൽ നാടും വീടും കുടുംബമൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലാഹു തആലാന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് അള്ളാഹു നൽകിയ ഈമാനിന്റെ സംരക്ഷണത്തിന് നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. ഒന്നുമില്ല, ഒരു സമ്പാദ്യമില്ല, ഏറ്റവും വലിയ സമ്പാദ്യമായ ഈമാന് മാത്രം, വേറെ ഒന്നുമില്ല. തിരിച്ച് ഈ നാട്ടിലേക്ക് വരുമോ പറയാൻ പറ്റൂല. ഇവിടെയുള്ള ഈ വീടും സമ്പത്തൊക്കെ കിട്ടുമോ അതും പറയാൻ പറ്റൂല. അതൊക്കെ ഒഴിവാക്കി പോവുകയാണ്. അതിന് എത്രമാത്രം വലിയ ത്യാഗം വേണം അല്ലേ. നമ്മളോട് ഈ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാർ പോണെന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മളെ ആൾക്കാരൊക്കെ കണ്ണും മൂക്കൊക്കെ എങ്ങനെയായിരുന്നു. കാര്യമായിട്ട് രേഖകളില്ലാത്ത ആൾക്കാരൊക്കെ പോണെന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ മൂത്ത് നോക്കുമ്പോ എല്ലാവർക്കും ഒരു പനി ബാധിച്ച പോലെ. എന്താ വിഷയം? ഇല്ലല്ല, നമുക്ക് കടലാസില്ലെങ്കിൽ നമ്മൾ കൊടുങ്ങും. ഒരു പേപ്പറിന്റെ കുറവുണ്ടാവുമ്പോ തന്നെ ആൾക്കാരെ മനസ്ഥിതിയും ആൾക്കാരെ മനസ്സിന്റെ ബേജാറതൊക്കെ എത്രയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത് നാട് വിട്ടു പോവുകയാണ്, തിരിച്ചു വരുന്നൊരു പ്രതീക്ഷയില്ല. ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം. എത്രമാത്രം വലിയ ത്യാഗാണത്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ ഭർത്താവും ഞാനും കൂടി ഹിജ്റ പോകാൻ ഒരുങ്ങി വന്നു. ഞങ്ങളെ രണ്ടാളെയും കൂട്ടത്തിൽ സലമത്ത് എന്നുള്ള മോനുണ്ട്, 3 ആള്. ഒരു വാഹനത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി വന്നപ്പോ എന്റെ കുടുംബത്തിന്റെ കൂട്ടത്തിലും ഭർത്താവിന്റെ കുടുംബത്തിന്റെ കൂട്ടത്തിലും വിശ്വസിക്കാത്ത കുറെ ആളുകൾ വന്നിട്ട് ഞങ്ങളെ തടഞ്ഞു. 2 കൂട്ടരും 2 വീട്ടുകാരും എന്റെ കുട്ടിയെ, സലമത്തെന്ന കുട്ടിയെ പിടിച്ചു വലിക്കാൻ തുടങ്ങി. ഓരോരുത്തരുടെ കയ്യിലും ഓരോ കൈയായി. എനിക്ക് പേടിയായി എന്റെ കുട്ടിന്റെ 2 കൈയും വേർപിരിയുമോന്ന്. ഭർത്താവിന്റെ കുടുംബം കുട്ടി ഞങ്ങളുടേതാണ് എന്ന്. ഉമ്മു സലമ ബീവിന്റെ കുടുംബം പറയുന്നു കുട്ടി ഞങ്ങളുടേതാണ് എന്ന്. 2 കൂട്ടർക്കും പറയാലോ, കാരണം 2 കൂട്ടരൊന്നും കൂടിയിട്ടല്ലേ കുട്ടി ഉണ്ടായത്. കുട്ടിനെ വലിച്ചു പിടിക്കാൻ തുടങ്ങി. അവസാനം ഭർത്താവിന്റെ കുടുംബക്കാർ കുട്ടിയുമായിട്ട് പോയി. ആദ്യം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബിയാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു. അതിനു മുമ്പ് ആരും മദീനയിലേക്ക് ഹിജ്റ പോയിട്ടില്ല. അബൂ സലമ റളിയല്ലാഹു അൻഹു പറയുന്നു ഉമ്മു സലമ ബീവിയോട്, ഞാൻ പോകുന്നു പെണ്ണേ, കുട്ടിയെ കിട്ടുന്ന നേരത്ത് നീ വന്നോ, ഞാനിവിടെ കാത്തു നിൽക്കുന്നില്ല. ആ ഉമ്മാന്റെ മനസ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഭർത്താവ് മദീനയിലേക്ക് ഹിജ്റ പോയി, കുട്ടിയാണെങ്കിലോ ഭർത്താവിന്റെ കുടുംബക്കാര് കൊണ്ടുപോയി. രാത്രി കിടന്നാ ഉറക്കം വരുമോ സഹോദരങ്ങളെ?
പകല് ഭക്ഷണം കഴിച്ചാല് ഭക്ഷണത്തിന് താല്പര്യം കിട്ടുമോ? സങ്കടം സഹിച്ചു കഴിയുന്നു ഓരോ ദിവസവും. എല്ലാ ദിവസവും അസ്റിന്റെ നേരമാകുമ്പോ കുട്ടിയും ഭർത്താവും വേർപിരിഞ്ഞ സ്ഥലത്തേക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വന്നിരിക്കും. കുറച്ചു നേരം അവിടെ വന്നിരുന്ന് വീട്ടിലേക്ക് പോകും. ഓരോ ദിവസവും അങ്ങനെ വന്നിരുന്ന് വീട്ടിലേക്ക് പോകുന്ന കാഴ്ച കുടുംബക്കാരിൽപ്പെട്ട ഒരു തലവൻ കണ്ടപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തെയും ഭർത്താവിന്റെ കുടുംബത്തെയും വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടിയെ ഉമ്മാന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണം. ആ കുട്ടിയെ നോക്കുന്നതിന് നിങ്ങൾക്കൊരു പരിധിയും പരിമിതിയും ഉണ്ട്. ഒരു ഉമ്മ നോക്കും പോലെ കുട്ടിയെ നോക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് കുട്ടിയെ തിരിച്ചേൽപ്പിക്കണം. അദ്ദേഹം തീരുമാനം പറഞ്ഞപ്പോ അവരത് അനുസരിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് കുട്ടിയെ കിട്ടിയപ്പോൾ ഒരു വാഹനം തരപ്പെടുത്തിയിട്ട് മക്കയിൽ നിന്ന് ഒറ്റക്ക് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് കിട്ടിയ ആ ഒരു സ്ഥാനം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ആ ഒരു നിലക്ക് ആർക്കില്ല. ആരാണ് ബാക്കിയുള്ളവരിൽ ഒറ്റക്ക് ഹിജ്റ പോയ ഉമ്മേതാള്? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഒറ്റക്ക് ഹിജ്റ പോയ ഉമ്മ ആരാളുള്ളത്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒറ്റക്ക് പോകുന്ന ഒരു വാഹനത്തിൽ സലമത്ത് എന്ന മോനുണ്ട്. രണ്ടുപേരും പോകുമ്പോ മക്കയിൽ നിന്ന് തൻഈമിലെത്തിയപ്പോ ഉസ്മാൻ ബിൻ ത്വൽഹ ഇവരെ വാഹനം തടഞ്ഞിട്ട് ചോദിച്ചു, എവിടുക്കാണ് ഉമ്മു സലമ ബീവി, എവിടുക്കാ പോകുന്നത്? മദീനയിലേക്കാണ്. ഒറ്റക്ക് വേറെ ആരും കൂടല്ലേ? അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ കഥ പറഞ്ഞു കൊടുത്തു. ഭർത്താവ് വേർപിരിഞ്ഞു പോയി, കുട്ടിയും ഭർത്താവിന്റെ കുടുംബം കൊണ്ടുവരുന്നു, ഇപ്പൊ തൽക്കാലം കിട്ടിയപ്പോ ഞാൻ രക്ഷപ്പെട്ടു പോവുകയാണ്. ഉസ്മാൻ ബിൻ ത്വൽഹ പറഞ്ഞൊരു പെണ്ണ് ഒറ്റക്ക് ഹിജ്റ പോവുകയോ? നിങ്ങൾക്ക് മദീനയിലേക്കുള്ള റൂട്ട് ഞാൻ കാണിച്ചു തരാം. വിശ്വസ്തനായ മനുഷ്യനാണ് ഉസ്മാൻ ബിൻ ത്വൽഹ. അന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. പിൽക്കാലത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, എനിക്ക് വഴികാട്ടിയായി വന്ന ഉസ്മാൻ ബിൻ ത്വൽഹ ഖുബാ വരെ എന്റെ കൂടെ വന്നു. മറ്റൊരു വാഹനത്തിലാണ് ഉസ്മാൻ ബിൻ ത്വൽഹ വരുന്നത്. ഖുബായിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി റൂട്ട് തെറ്റാനില്ല, എങ്ങോട്ടും തിരിയാനില്ല, നേരെ വിട്ടാൽ മദീനയിലെത്തും. കുറച്ചങ്ങോട്ട് സഞ്ചരിച്ചാൽ മദീനയിലെ തോപ്പുകൾ കാണും, ഈത്ത മരങ്ങൾ കാണും, സന്തോഷത്തോടെ പൊയ്ക്കോളൂ. ഉമ്മമാരെ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് വലിയ പദവിയല്ലേ അല്ലാഹു തആല നൽകിയത്. അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ വിവാഹം കഴിക്കാൻ ഇതൊരു കാരണം കൂടിയാണ്. വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഈ രീതിയിൽ ത്യാഗം ചെയ്ത ഒരു പെണ്ണ് ഒറ്റക്കാകാൻ പാടില്ല, അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. ആ പെണ്ണ് വലിയ മഹത്വമുള്ള പെണ്ണാണ്, നബിയെ നിങ്ങൾ സ്വീകരിച്ചേക്കണം. അങ്ങനെയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. ഹിജ്റക്കും ജിഹാദിനും ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്ന സ്വഹാബിയോട് മുത്തുനബി തങ്ങളെ ചോദ്യം. ആളെ കണ്ടപ്പോ തന്നെ തങ്ങൾക്ക് മനസ്സിലായി, കാരണം ഹിജ്റ പോകണമെങ്കിലും ജിഹാദ് ചെയ്യണമെങ്കിലും ഒക്കെ നല്ല ആഫിയത്ത് വേണം. ആഫിയത്തില്ലാതെ രണ്ടും നടക്കൂല. ആരോഗ്യവും വേണം, ധൈര്യവും വേണം. അപ്പോഴാ ചോദിച്ചത്, മാതാപിതാക്കൾ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് നബിയെ, രണ്ടുപേരും ഉണ്ട്. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങളിപ്പോ ഹിജ്റക്കും ജിഹാദിനൊന്നും ബൈഅത്ത് ചെയ്യണ്ട. ഫതബ്തഗിൽ അജ്റ മിനല്ലാഹി തആല, അവർക്ക് ഖിദ്മത്ത് എടുത്തിട്ട് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ പ്രതിഫലം ആഗ്രഹിച്ചോളൂ. അതാണ് നിങ്ങൾക്കുള്ള ജിഹാദ്, അതാണ് നിങ്ങൾക്കുള്ള ഹിജ്റ. എന്താണ് സഹോദരിമാർക്കുള്ള ഹിജ്റ, സഹോദരിമാർക്കുള്ള ജിഹാദ്? മാതാപിതാക്കൾക്കുള്ള ഖിദ്മയാണ്. പലപ്പോഴും ഹിജ്റ പോകാനും ജിഹാദിനും അവർക്ക് കഴിയില്ല. പക്ഷെ അവർക്കും തുല്യമായ പ്രതിഫലം അല്ലാഹു തആല നൽകും മാതാപിതാക്കൾക്കുള്ള ഖിദ്മത്തിലൂടെ. ജിഹാദിനേക്കാളും വലിയ സ്ഥാനം മാതാപിതാക്കളെ ഖിദ്മത്തിനുണ്ടെങ്കിൽ എത്രമാത്രം വലിയ സ്ഥാനാണത്.